ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ MSc കുറേ വേക്കൻസി വന്നിട്ടുണ്ട്. എന്താ വേക്കൻസി എന്നല്ലേ എല്ലാവരും നോക്കിയിരുന്ന വേക്കൻസിയാണ്, വേറെ ഒന്നുമല്ല. ഫോട്ടോഗ്രാഫർ വേക്കൻസി, അതുപോലെ ഫോട്ടോ ലാബ് ടെക്നീഷ്യൻ വേക്കൻസി, പിന്നെ ടെക്നീഷ്യൻ വേക്കൻസി, അങ്ങനെ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. പിന്നെ അസിസ്റ്റൻറ്റ് ഹബ് മാനേജർ, ടെക്നീഷ്യൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് വൈപ്പർ ആൻഡ് ഫിറ്റർ മെക്കാനിക്. ഓക്കെ, അപ്പോൾ 6 വേക്കൻസി ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഇനിയുള്ള വേക്കൻസി IT സംബന്ധമായിട്ടുള്ളതാണ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ മേഖലയിലുള്ളവർക്കുള്ളതാണ്. IT സിസ്റ്റം മാനേജർ, നെക്സ്റ്റ് IT അസിസ്റ്റൻറ്റ് സിസ്റ്റം മാനേജർ, അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ ഇൻവെൻട്രി ഓഫീസർ, ഫൈനലി അക്യുപഞ്ചറിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് MScയിലേക്ക്. MScയുടെ വേക്കൻസിയെ പറ്റി എല്ലാവർക്കും അറിയാം. MScയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അറിയാം. അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് MScയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആയിട്ട് കണക്കൂട്ടുക. അപ്പോൾ എങ്ങനെയാണ് MScയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? MScയിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്, ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് വേക്കൻസി ഉണ്ട്. MScയിൽ ഇപ്പോൾ മെയിനായിട്ടുള്ളത് ലോണ്ടറി മാനേജറുടെ വേക്കൻസി ഉണ്ട്, ഹൗസ് കീപ്പിങ്ങിൽ വേക്കൻസി ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടെയും വേക്കൻസി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടെ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ചെറിയൊരു രൂപം ഞാൻ പറഞ്ഞുതരാം, വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഉപകാരം ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ദയവായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ ആരോട് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബെൽ ബട്ടൺ അമർത്തണമെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചെയ്യാം, കാരണം ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഉപകാരം ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് MScയിലേക്ക് ഡയറക്റ്റ് പോകും. നിങ്ങൾ ആ ലിങ്കിനെ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് നിങ്ങളെ ഇതേപോലൊരു പേജാണ് ഓപ്പൺ ആകുക. ഇതാണ് MScയുടെ റിക്രൂട്ടിങ്ങിൻ്റെ പേജ്, ഇതാണ്. അപ്പോൾ ഇതിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രൂസ് ഡിവിഷൻ, ഇതൊക്കെ താഴേക്ക് വിടുക, ഇതൊക്കെ സ്ക്രോൾ ചെയ്തങ്ങ് പോവുക. വായിക്കണം എന്നുള്ളവർക്ക് വായിക്കാം. ഇതാ ഡിസ്കവർ മോർ ആൻഡ് അപ്ലൈ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓപ്പണായി വരും. എന്തായാലും ഓപ്പൺ ആകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എനിക്കിവിടെ നെറ്റിൻ്റെ വിഷയമായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് വരിക. അത് കുറച്ച് ടൈം എടുത്താണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ജോയിൻ ഇൻ MSc ക്രൂസസ് എന്ന് വരും. ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് കാണുക എന്നുള്ളത് നോക്കാം നമുക്ക്. സെലക്ട് ജോബ് ടൈറ്റിൽ. അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട, അതൊന്നും അവിടെ ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ ഓപ്പർച്യൂണിറ്റീസ് താഴോട്ട് വരുന്നുണ്ട്, അവിടെ ഓൺ ബോർഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. അവിടെ തന്നെ അതിൽ നിന്ന് തന്നെ അടുത്ത അതിൻ്റെ മുമ്പോട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ അവിടെയും ഇങ്ങനെയാണ്, സ്ലോ ആയിട്ടാണ് ഓപ്പൺ ആകുന്നത്. എന്തായാലും ഇങ്ങനെ പതുക്കെ ഓപ്പണായി വരും. സെയിം നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ മറ്റൊരു പിക്ചർ വരും. അപ്പോൾ അതിലും കൃത്യമായിട്ട് MSc ക്രൂസസ് ഓൺ ബോർഡ് കരിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിടേണ്ട കാര്യമൊന്നുമില്ല. ഡിസ്കവർ അവർ കരിയർ ഓൺ ബോർഡ്. ഓക്കെ, ഇതിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എഴുതിയിട്ടുണ്ട്. ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഴുതിയിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതാ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഹൗസ് കീപ്പിംഗ് പോയി കഴിഞ്ഞാൽ ഹൗസ് കീപ്പിങ്ങിൻ്റെ കിട്ടും. ഇതെല്ലാം ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇനി ഇഞ്ചിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റ് സർവീസിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അഥവാ ഗസ്റ്റ് സർവീസ് ആണ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉണ്ട്. നിങ്ങൾ വീണ്ടും അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ എന്തൊക്കെയാണ് പൊസിഷൻസ് അവൈലബിൾ ഉള്ളത്, ഇപ്പോൾ ഏതൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്ന് കാണാം. ഗസ്റ്റ് സർവീസിലേക്കുള്ള അതുപോലെ എന്താണ് നിങ്ങളുടെ ഓൺ ബോർഡ് ജോബ്,
നിങ്ങൾ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, അതിനെപ്പറ്റിയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നിങ്ങളുടെ ജോബിനെ പറ്റിയും ഉള്ള ഒരു ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾ പോകണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ നിങ്ങളുടെ പൊസിഷൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ എന്താണ് നിങ്ങൾ നോക്കുന്നത് എന്ന് അവിടെ മുകളിൽ അടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ പോയി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നോക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വേക്കൻസി, ഏതൊക്കെ വേക്കൻസികളാണ് ഇപ്പോൾ ഒഴിവുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികളുണ്ട്. ഇതാ നിങ്ങൾക്ക് അത് കഴിഞ്ഞു. അത് കഴിയുമ്പം നിങ്ങൾക്ക് ജോബ് അലേർട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് അലേർട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഗസ്റ്റ് സർവീസ് എന്നുള്ളത് മാറ്റി നമ്മൾ പുറകോട്ട് പോയി നോക്കാം. ഓൺ ബോർഡ് ഹോട്ടലിൽ, അതെ, ഹോട്ടൽ ഓപ്പറേഷൻസ്, ഹൗസ് കീപ്പിംഗ്, ഇതെല്ലാം ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് ഹൗസ് കീപ്പിങ്ങിൻ്റെ നോക്കാം. ഞാൻ ഇത് ഒരു മോഡൽ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഫോട്ടോഗ്രാഫർ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ ഇല്ല എന്നല്ല അർത്ഥം. അത് നിങ്ങൾ നേരിട്ട് പോവുക. നിങ്ങൾ നേരിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് റവന്യൂവിലാണ് ഉണ്ടാകുക മിക്കവാറും. ഈ ഫോട്ടോഗ്രാഫറും ഒക്കെ അതിലാണ് ഉണ്ടാകുക. പിന്നെ ഈ IT, അതുപോലെ വേറെ 1-2 പൊസിഷൻ ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്നുമായിട്ട് നിങ്ങൾ പോകണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്താണ് ഓപ്പൺ പൊസിഷൻ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് എന്ന് മനസ്സിലാവുള്ളൂ. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജോബിനെ പറ്റിയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനാണിത്. ഇനി എങ്ങനെയാണ് ഒരെണ്ണം ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. അത് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാവും. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോണ്ടറി മാനേജറും ലോണ്ടറി മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ പൊസിഷൻ തന്നെയാണ്. നമുക്ക് ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുക. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ ഡീറ്റെയിൽസ് വരും. ഫുൾ ഡീറ്റെയിൽസ്, അവരുടെ ജോബ് എന്തൊക്കെയാണ്, ശരിക്കും അവർ ഓൺ ബോർഡിൽ എന്തൊക്കെയാണ് അവർക്ക് വർക്കുള്ളത്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വരും. ആദ്യം കണ്ടതൊരു ചുരുക്കമാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. അവർ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം, ഒരു മാസത്തിൽ എന്തൊക്കെ ചെയ്യണം, കംപ്ലീറ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു വിവരണം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വായിച്ചു പോയാൽ മനസ്സിലാക്കാൻ നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ. പക്ഷേ ഈ ലോണ്ടറി മാസ്റ്ററൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോണ്ടറി മാസ്റ്റർ ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് ക്രൂസ് ലൈനിൽ ചെയ്യാത്തവർക്ക് ലഭിക്കും എന്ന് കണക്ക് കൂട്ടരുത്. ക്രൂസ് ലൈനിൽ ചെയ്യാത്തവർക്ക് കിട്ടാൻ വളരെ വിഷമമുള്ളൊരു ജോബാണ് ഈ ലോണ്ടറി മാസ്റ്ററൊക്കെ. അതായത് ഫസ്റ്റ് ടൈം ആണ് എങ്കിൽ നിങ്ങൾ ഇതിനൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുകയാണ്. അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ. കാരണം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ പൊസിഷനായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പൊസിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫറിൻ്റെ തന്നെ നമുക്ക് പോയി നോക്കാം. ഡയറക്റ്റ് ഫോട്ടോഗ്രാഫറിൻ്റെത് അടിച്ച് നോക്കട്ടെ. അടിച്ച് കഴിയുമ്പോൾ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ഫോട്ടോ മാനേജറോ എന്തെങ്കിലും അടിച്ച് നോക്കാം. എന്തായാലും ഫോട്ടോ എന്ന് തന്നെ ഡയറക്റ്റ് ഞാൻ കൊടുത്തു. സെർച്ച് ഓപ്ഷനിൽ പോയി അപ്പോൾ അവിടെ ഫോട്ടോ എന്ന് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഫോട്ടോഗ്രാഫറിൽ അടിച്ച് ഫോട്ടോ എന്ന് മാത്രം അടിച്ചു, അപ്പോൾ ഫോട്ടോ മാനേജറിൻ്റെ ആയിരിക്കും വരിക. എന്താണെങ്കിലും ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള രീതി, ഇങ്ങനെയാണ് എന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഫോട്ടോ എന്ന് അടിച്ചു കഴിയുമ്പോൾ വന്നെന്താന്ന് നോക്കാം. ഓൾ ജോബ്സിൽ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ വന്നത് റിസൾട്ട് 2 വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നോക്കാം. അത് അസിസ്റ്റൻറ്റ് ഫോട്ടോ മാനേജർ. ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഹബ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഫോട്ടോ മാനേജറിൻ്റെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ നിങ്ങൾ ആ ഹെഡിങ്ങിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഓപ്പൺ ആകുന്നതെന്നുള്ളത് നോക്കാം. അസിസ്റ്റൻറ്റ് ഫോട്ടോ മാനേജർ, ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും പുതിയതായിട്ട്
അപ്ലൈ ചെയ്യാനുള്ള കാര്യം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റിയുള്ള മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം, താഴേക്ക് ഇവിടെ അപ്ലൈ നൗ എന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കുക. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതായത് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ CV അപ്ലോഡ് ചെയ്യുക. ഈ റെഡ് ഡോട്ട് ഉള്ളത് എല്ലാം കമ്പൽസറി ആണ്, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. എന്തുകൊണ്ടാണ് ഞാൻ ഫില്ല് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഒരുപാട് അപ്ലൈ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഫില്ല് ചെയ്ത് പോയിട്ട് ഏറ്റവും താഴേക്ക് പോകുമ്പോൾ ഓരോന്നോരോന്ന് നിങ്ങൾ ഫില്ല് ചെയ്യുക. യെസ് ഓർ നോ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2-3 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞ് സബ്മിറ്റിൽ പോവുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ.